ഹായ് അസ്ലാം വലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുൽഫത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നുള്ളത് ദുബായ് വാട്ടർ ഫ്രണ്ടിൽ ഫിഷ് മാർക്കറ്റിലാണ്. ഇത് ഫിഷ് മാർക്കറ്റിൻ്റെ അകത്താണ്. ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ്. ഈ തട്ടുകളൊക്കെ മീൻ വിൽക്കുന്നതാണ് കേട്ടോ. ഒരുപാട് മീൻ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. കടയിൽ നല്ല പച്ച മീൻ, പെടപെടാ പിടയ്ക്കുന്ന പച്ച മീൻ. നാട്ടിൽ വിളിക്കുമ്പോഴൊക്കെ നല്ല മീൻ കിട്ടാനില്ല, കിട്ടിയാൽ തന്നെ ഭയങ്കര വിലയാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത മീൻ വരെ നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടില്ലേ ഐക്കുറയൊക്കെ കിടക്കുന്നത്, കൂന്തളൊക്കെ കണ്ടില്ലേ, നല്ല വലിയ കൂന്തളാണ്. അതുപോലെ തന്നെ അയിലുണ്ട്, ആവോലി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ പാക്ക് ചെയ്യണുണ്ട്. നമുക്ക് എത്രയാണോ വെയിറ്റിനനുസരിച്ച് അവർ തൂക്കി തരും. അതുപോലെ തന്നെ സീബ്രീം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പൊള്ളിക്കാൻ പറ്റുന്ന സീബ്രീം, ആവോലി നമുക്ക് പൊള്ളിക്കാൻ പറ്റും. സീബ്രീം ഒക്കെ നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്യാൻ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് സീബ്രീം എന്ന് പറയുന്നത്. അതുപോലെ ഈ മഞ്ഞ കളറിലുള്ള മീന് എനിക്ക് അതിൻ്റെ പേരറിയില്ല, അതും ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ഞണ്ടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ചൂര ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ചൂര അവിടെ ഉണ്ട്, നല്ലതാണ്, ഫ്രഷാണ്, അത് എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് തന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ നടന്ന് പുറത്തോട്ട് പോവുകയാണ്. പുറത്ത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട്. നമ്മൾ ഏത് സൈസിന് പറഞ്ഞാലും അവർ കട്ട് ചെയ്ത്, നമുക്കിപ്പോൾ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകണം. ഈ പുറത്തോട്ട് പോകുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് തട്ടുണ്ടല്ലോ, അതൊക്കെ നോക്കി പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫിഷ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന സ്ഥലമൊന്ന് കണ്ടില്ല. ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ഇവർ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും, പക്ഷെ പേ ചെയ്യണം കേട്ടോ. കുറച്ച് ടൈമും എടുക്കും. ഞങ്ങൾ കൊടുത്തിട്ട് ഫിഷ് മാർക്കറ്റിന് സൈഡിലായിട്ട് ഈ ഫിഷ് ടാങ്കിലായിട്ട് വലിയ ഞണ്ടുകൾ, ലോബ്സ്റ്റർ, അതുപോലെ തന്നെ ഗോൾഡൻ ഫിഷൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നേ. അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണോ, കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ജീവനുള്ളതാണോ എന്ന്. നോക്കിയപ്പോഴത്തേക്കും ജീവനൊക്കെ ഉണ്ട്, വലിയ ഞണ്ടൊക്കെ. ഇത് എന്തിനാണോ ഇത് ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ്, അതോ ഇനി ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് അതറിയില്ല. പക്ഷെ വലിയ ലോബ്സ്റ്റർ കേട്ടോ. നമ്മൾ ഈ വീഡിയോസിലൊക്കെ ചിലർ കഴിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു കൗതുകത്തിൽ വന്ന് നോക്കിയതാണ് കേട്ടോ. ഞണ്ടൊക്കെ ഇങ്ങനെ കാലൊക്കെ കെട്ടിയാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ എല്ലാത്തിനും ജീവൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ഫിഷ് ടാങ്ക്, അതുപോലെ തന്നെ നമുക്ക് ഫിഷൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റുന്ന അതിനുള്ള ഫുഡൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം, കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത്. ഈ സൈഡിലായിട്ട് 3 പേരും വന്ന് പോസ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ പേര് തിലാപ്പിയോ എന്നാണ്. നമ്മൾ ഈ കരിമീൻ ഇനത്തിലൊക്കെ പെട്ട വേറൊരു സൈസാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശേരി പോലെയും ആ ഒരു സൈസിൽ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ എല്ലാവരും വന്ന് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ പോസ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഞണ്ടിൻ്റെയൊക്കെ കാലൊക്കെ കെട്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അവരും വന്ന് ഫ്രണ്ടിലോട്ട് വന്ന് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, ഇത് ആരാണെന്നൊക്കെ. ഈ ലോബ്സ്റ്ററൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഒന്നിന് തന്നെ നല്ല വിലയുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്, കണ്ടില്ലേ. പിന്നെ ഈ വിദേശികൾക്കൊക്കെ ഇങ്ങനെ ലൈവായിട്ട് അവർക്ക് കണ്ടു വാങ്ങണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പം അങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ ഈ ഞണ്ടൊക്കെ നമുക്ക് വീട്ടിൽ വളർത്തേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഫിഷ് ടാങ്കിലിട്ട് വെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, സൈഡിലായിട്ട് ഒരുപാട് ഗോൾഡൻ ഫിഷ്, അതുപോലെ ഗപ്പി, അലങ്കാര മത്സ്യങ്ങളൊക്കെ ഓരോ ഫിഷ് ടാങ്കിലാക്കി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ ഗോൾഡൻ ഫിഷിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം വലിയ ടാങ്കിലിടുന്നോ അത്രത്തോളം ഇത് വലിപ്പം വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫിഷ് ടാങ്കുകളും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ഡെക്കോസും അലങ്കാര ചെടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവം. പിന്നെ മണ്ണൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടുന്ന്. പിന്നെ ഫിഷിനുള്ള ഫുഡ്, അങ്ങനെയൊക്കെ. ഇത് കണ്ടില്ലേ, ഒരു വലിയ ഫിഷ് ടാങ്കാണ്. അതിനകത്ത് ഈ അംബ്രല്ല ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുമ്പോഴത് ഒരു ഒക്ടോബസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല ക്ലിയർ ആയിട്ട് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫിഷ് ടാങ്കിൽ നിറയെ മീനും കുറച്ച് വലിപ്പമുള്ള മീനും ഉണ്ടായിരുന്നേ. ഈ ബ്ലൂ കളറൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ബബിൾസും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടുത്തായിട്ട് ഗപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് പല പല കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗോൾഡൻ ഫിഷ് തന്നെ, അത് യെല്ലോ, റെഡ്, നല്ല ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നേ. ടൈഗർ, പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്ത പേരുള്ള കുറേ ഫിഷൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫിഷിന് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ഒരു സെക്ഷനിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഫിഷൊക്കെ വളർത്താൻ ആഗ്രഹമുള്ള, ഭ്രമമുള്ള ആൾക്കാർക്ക് ദുബായ് വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതാണ് കേട്ടോ.
ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് വെജിറ്റബിൾ മാർക്കറ്റിലോട്ടാണ്. ഇതിൻ്റെ അടുത്തായിട്ട് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ നല്ല വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് കരിക്കിൻ്റെ ഷോപ്പാണ്. ഇവിടെ കരിക്ക്, ചക്ക, നൊങ്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പും തൊട്ടടുത്ത് നമുക്ക് ചെടിയൊക്കെ വാങ്ങാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ പറ്റുന്ന, വെജിറ്റബിൾ വാങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ ഷോപ്പൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെത്തതും തായ്ലൻഡിലേക്ക് കരിക്ക് നമുക്ക് കിട്ടും. ചില സമയം നല്ല മധുരമുള്ളതൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൽ വന്ന് പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് ഫ്രൂട്ട്സും അതുപോലെയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയത് മാളിൻ്റെ മറ്റൊരു ഭാഗമാണ്. സൈഡിലായിട്ട് കുറേ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് പെറ്റ്സിൻ്റെയൊക്കെ ആക്സസറീസൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പാണിത് കേട്ടോ. ഇവിടെ നക്കൂനൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ പെറ്റ്സിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ നടന്നു പോയി കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ബാഗും ചെരുപ്പും ഒക്കെ വാങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഇതാ മീനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നാട്ടിലത്തെ മാതിരി നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ ആരുമില്ല. നമ്മളിവിടെ വന്ന് വാങ്ങണം. വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനെ നമുക്ക് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ കണക്കാക്കി നല്ലത് വാങ്ങിച്ചിട്ട് പോവാം. കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വാട്ടർ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അതുവരെ ബൈ ബൈ.